നമസ്കാരം. ഡെമോക്രസിയാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. നോട്ടൊരു പൊല്ലാപ്പ് ദുരിതകഥ തുടരുന്നു. ജനങ്ങൾ വരി വരി വരിയായി പണം മാറ്റിയെടുക്കുവാൻ നിരയായി വരി നിൽക്കുന്നവരെ മാണി പാർട്ടി യുവനിര സംഭാരം കുടിപ്പിച്ചു. അമേരിക്കൻ മോരുണ്ടതാ നേരെ കളയാതെ മരുമോൻ കഴി. യുവ നേതാവിന്റെ പ്രസംഗം കേട്ട് മോദി വീണ്ടും വിതുമ്പി. ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ അവസ്ഥ ഉടൻ അവസാനിപ്പിക്കണം. ചാനലുകാർ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായെന്ന് വെള്ളാപ്പള്ളി. ഈ ചാനൽക്കാരെ എവിടെ ചെന്നാലും എന്നെ വേട്ടയാണ്. കാരണം വല്ല മണ്ടത്തരമൊക്കെ ഞാൻ പറയുന്ന ആളായതുകൊണ്ട് വയസ്സന്മാരാണ് ഇതിലും മെച്ചമെന്ന് വെള്ളാപ്പള്ളിയെ കാത്തിരുന്നു വലഞ്ഞ മന്ത്രി. ഞാനൊരു പരിപാടിക്ക് ചെന്നപ്പോൾ അധ്യക്ഷനായിട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് അയ്യപ്പൻപിള്ള സാറാണ്. സാറിന്റെ പ്രായം 104. SNDP കുറിച്ച് അറിയണമെങ്കിൽ പുസ്തകം വായിക്കണമെന്ന് വെള്ളാപ്പള്ളിയുടെ ഉപദേശം. ആത്മവിലാസം എന്ന പുസ്തകത്തിൽ ഗുരു എഴുതിയിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു നടന സാന്നിധ്യം. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? രാജേന്ദ്രൻ അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു എന്ന് വിലയിരുത്തൽ. എന്റെ ആക്ട് നന്നായിരുന്നുല്ലേ? അഭിനയം മെച്ചപ്പെടുത്താൻ PC-യുടെ കീഴിൽ പ്രത്യേക കോച്ചിംഗ് ക്ലാസ്. ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. BJP-യിൽ നിന്ന് പ്രത്യേകിച്ച് വലുതൊന്നും തടയാത്തതോടെ വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ പിണറായിയോടും ഇടതു ഭരണത്തോടും വലിയ സ്നേഹം കൂടിയിരിക്കുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്കൂളും കോളേജും പിന്നെ വരുമാനം തീരെ കുറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതല്ലേ. അപ്പോൾ ഭരണകക്ഷിയോട് ഒരു പ്രത്യേക അടുപ്പം കാണിക്കണം. ഇതോടെയാണ് ഡോക്ടർ P. പൽപ്പു ജന്മദിനാഘോഷവും കുടുംബസംഘവും വന്നു ചേർന്നത്. മന്ത്രി കടകംപള്ളി ഉദ്ഘാടകനായ പരിപാടിയിൽ ആധ്യക്ഷം വഹിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ അധ്യക്ഷൻ വരാൻ വൈകിയതോടെ നേരത്തെ എത്തിയ മന്ത്രി പ്രസംഗം തുടങ്ങി. വാർദ്ധക്യമായിട്ടും ചുറുചുറുക്കോടെ പല പരിപാടികളിലും പങ്കെടുത്തവരെക്കുറിച്ച് മന്ത്രി വാചാലനായി. ഇത് പരിപാടിക്ക് വരാൻ വൈകിയ മീശയെടുത്ത് ചെറുപ്പക്കാരനാകാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അത് വെറുതെയാണ്. കുറച്ച് ദിവസത്തിന് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോയായിരുന്നു. അപ്പോൾ ഈ സ്വാഗതം ആശംസിക്കുകയോ പൂച്ചെണ്ടെല്ലാം കൊണ്ടുവരുമല്ലോ. നമ്മുടെ നാട്ടിൽ സാധാരണ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ജോലിയാണ് പൂച്ചെണ്ട് കൊണ്ടുവരിക എന്നുള്ളത്. ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, നമ്മുടെ ദേവരാജനെ പോലെ വലിയ മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ് പൂച്ചണ്ടുമായിട്ട് എൻ്റെ അടുക്കൽ വന്നത്. ഒരു കുസൃതി തോന്നിയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര വയസ്സായത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു 94 ആയിട്ടുള്ളൂ. അപ്പോൾ 94 വയസ്സായി എന്നല്ല പറഞ്ഞത്, 94 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എനിക്ക്. എന്ത് വിചാരിച്ചാണ് താൻ എന്നോട് ഈ ചോദ്യം ചോദിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടിയിലെ ധ്വനി എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അധ്യക്ഷൻ വെള്ളാപ്പള്ളി എത്തിയത്. മന്ത്രി പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. 60 കഴിഞ്ഞാൽ ഉത്സവമാണ് ഷഷ്ടിപൂർത്തി ആഘോഷം പണ്ട് കാലത്ത്. വീരവിരട കുമാര വിഭോ വീരവിരട കുമാര വിഭോ. നാട്ടുകാരെല്ലാം വിളിച്ച് ആഹാരം കൊടുക്കും. ഞാൻ 60 കഴിഞ്ഞേ എന്ന പ്രഖ്യാപനമാണ്. അതൊരു അത്ഭുതമായിരുന്നു അന്ന് 60 എന്ന് പറയുന്നത്. ചരുതര ഗുണസാഗര ഭോ ചരുതര ഗുണസാഗര ഭോ. ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു പരിപാടിക്ക് ചെന്നപ്പോ അധ്യക്ഷനായിട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് അയ്യപ്പൻപിള്ള സാറാണ്. സാറിന്റെ പ്രായം 104. മാരലവണ്യ തോം തത്തിൻ തക്ക മാരലവണ്യ നാരി മനോഹാരി തരുണ്യ. രാവിലെ ഒരു 3 കിലോമീറ്റർ നടക്കും സാറ്. നാരി മനോഹാരി തരുണ്യ ജയ ജയ ഭൂരി കരുണ്യ ജയ ജയ ഭൂരി കരുണ്യ. നഗ്നപാതനായിട്ട് ചെരുപ്പൊന്നും ഇട്ടിട്ടൊന്നുമല്ല. വന്നിടുക ചാരത്തിക ഭാര്യ തവ നേരൊത്തവരാരുത്തര ചാരത്തിക ഭാരിൽ തവ നേരൊത്തവരാരുത്തര. സരസ്യ സരമറിവതിനും നല്ല സരസ്യ സരമറിവതി. അത് കഴിഞ്ഞ് അവസാനമെത്തിയ അധ്യക്ഷൻ പ്രസംഗം തുടങ്ങി. പ്രത്യേകിച്ച് ആരും തന്നെ ക്ഷണിക്കേണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയതെങ്കിലും തന്നെ പുകഴ്ത്തുന്നത് കേട്ട് അദ്ദേഹം ശരിക്കും സുഖിച്ചു. യോഗത്തെയും സമുദായത്തെയും വളർച്ചയുടെ കൊടുമുടിയിൽ എത്തിച്ച നേതാവ്. ഓരോ ഈഴവന്റെ
നേതാക്കളുടെയും സ്വകാര്യ അഹങ്കാരം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഈഴവ സമുദായത്തിലെ വനിതകളെ മൈക്രോ ഫിനാൻസിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിശേഷണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരിക്കലും അവസാനിക്കില്ല ഈ നേതാവിന്. എന്നും ജനങ്ങളോടൊപ്പം അവരിൽ ഒരാളായി മാറുവാനും ആഗ്രഹിച്ച് ഒപ്പം അവരെ മുന്നിൽ നിന്നും നയിക്കുന്ന പകരക്കാരനില്ലാത്ത അമരക്കാരനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് എന്നെ വിളിക്കാതെ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അത് ശരിയോ? അധ്യക്ഷൻ എന്തിനാ ക്ഷണിക്കണം? അധ്യക്ഷനല്ലേ നിയന്ത്രിക്കുന്നത്. അതല്ലേ എൻ്റെ സങ്കല്പം. എന്തുമാകട്ടെ, സമയം കളയുന്നില്ല. നിങ്ങൾ കുറച്ചെല്ലാം നനഞ്ഞാണ് വന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് നല്ല സുഖമില്ലാതെ ഇരുന്നിട്ട് പോലും ഇവിടെ വരണമെന്നും പ്രത്യേകിച്ച് ഡോക്ടർ പൻപുവിൻ്റെ സ്മാരകമായിട്ടുണ്ടായ ഈ യൂണിയൻ്റെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാതിരിക്കുന്നത് കുറ്റകരമായ ഒരവസ്ഥയെ വരുമെന്നുള്ളത് കൊണ്ടും ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ രോഗം ആയിട്ട് ഇന്ന് രാവിലെ തൊട്ടുകൂടെ കിടക്കുകയാണ്. വന്ന് കിടന്നിട്ട് ഉച്ച കഴിഞ്ഞ് ദേഹം ഒന്ന് കഴുകിയിട്ടാണ് നിങ്ങളുടെ മുമ്പ് വരാൻ അല്പം താമസിച്ചു. സദയം ക്ഷമിക്കണം. ഇനി പരിപാടിക്ക് വരാൻ വൈകിയതിൻ്റെ കാരണം കാണിക്കലാണ്. എന്ത് മണ്ടത്തരം കാണിച്ചാലും അത് ചാനലുകാരുടെ തലക്കിടുന്നത് പണ്ടേ വെള്ളാപ്പള്ളിയുടെ പതിവായതുകൊണ്ട് ഇതും അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. ഈ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞതാണ്. ഈ ചാനൽക്കാരെ എവിടെ ചെന്നാലും എന്നെ വേട്ടയാണ്. കാരണം വല്ല മണ്ടത്തരമൊക്കെ ഞാൻ പറയുന്ന ആളായതുകൊണ്ട് ഈ വൈകുന്നേരത്തെ 8:30-ക്കുള്ള ചാനല് ഈ വക്രദൃഷ്ടിയോ അല്ലാത്ത ദൃഷ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കഥാനായകന്മാർ അവർക്ക് വേണമല്ലോ. അങ്ങനെ ഒരു ഇരയെ കിട്ടാൻ തിരക്കിയ ഒരു നടക്കുമ്പോൾ ഇരയായി പലപ്പോഴും എന്നെ ഞാനവിടെ തിരഞ്ഞെടുക്കാം. കാരണം നല്ലതല്ല പറഞ്ഞ് മണ്ടത്തരം പറയും. ആ മണ്ടത്തരത്തിൻ്റെ പേരിൽ അവർക്കൊരു വക്രദൃഷ്ടിയോ മറ്റു ദൃഷ്ടിയോ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയോ കണ്ടുപിടിക്കാൻ അനങ്ങാതെ അടക്കരുത്. ഇറങ്ങാൻ നേരത്ത് തന്നെ ഒരു ചാനലുകാരൻ വന്ന് പിടിച്ച് ആ ചാനലുകാരനാണ് കുറേ സമയം കളഞ്ഞത്. കൊണ്ട് സഖാവ് സാധാരണ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരാൾ സ്വയം മണ്ടനാണെന്ന് ഒരു മടിയുമില്ലാതെ വെട്ടിത്തുറന്ന് പറഞ്ഞ നിമിഷങ്ങളാണ് കടന്നുപോയത്. ഇനി പരിപാടിക്ക് നേരത്തെ എത്തിയ മന്ത്രി കടകംപള്ളിയെ പുകഴ്ത്തലാണ്. അതിന് വേറെ ചില ആളുകളുടെ നല്ല സ്വഭാവ രീതികളെയും ബിരുദൻ ശംഖുവായ വെള്ളാപ്പള്ളി കടമെടുത്തു. കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളെന്നതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കണം. കാരണം ഞങ്ങളുടെ നാട്ടിലൊരു സഖാവ് മന്ത്രിയാണ്, അദ്ദേഹത്തിന് ജി സുധാകരൻ. കൃത്യസമയത്ത് ആരും ഇല്ലെങ്കിൽ ഒരു പരിവമില്ല, അസേരെ പുള്ളിയിരിക്കും. അതുകൊണ്ട് എന്താണ്, ജി സുധാകരൻ കൃത്യനിഷ്ഠയുള്ളവരാണ് എന്ന് മാത്രമല്ല വളരെ സത്യസന്ധതയുള്ളവരാണ്. കൈക്കൂലി മേടിക്കുന്നവർക്ക് ജി സുധാകരൻ എന്ന് കേട്ടാൽ വിറവലാണ്. അങ്ങനെ കൃത്യമായും സത്യമായും വരുന്നതുകൊണ്ട് പ്രവർത്തകർക്കും ആ കൃത്യനിഷ്ഠയുള്ള മന്ത്രിയെ വിളിക്കുമ്പോൾ, പ്രവർത്തകൻ വിളിക്കുമ്പോൾ സുധാകരൻ സാഹു മന്ത്രി അല്ലാത്തവരും ആയിരുന്ന കാലത്തും വിളിച്ചാൽ കൃത്യനിഷ്ഠയോട് വരുന്നത് കൊണ്ട് ആ ആൾ വരുന്നത് കൃത്യനിഷ്ഠയുള്ള ആളാണതുകൊണ്ട് നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കണം എന്നൊരു ചിന്ത പ്രവർത്തകർ എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും. കടകംപള്ളി കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണ് എന്ന് മനസ്സിലായി. വളരെ സന്തോഷം. സുധാകരൻ്റെ ഉത്തമ ശിഷ്യനോ ആശാനോ ആയിരിക്കാം. എന്തുവാകട്ടെ. അതെ, പരിപാടിയുടെ ഉദ്ഘാടകനായ മന്ത്രി കടകംപള്ളി കൃത്യസമയത്തെത്തി വെള്ളാപ്പള്ളിയെ കാത്തിരുന്നതിന് മന്ത്രിയുടെ വായിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പുള്ള പുകഴ്ത്തലാണ് ആ കേട്ടത്. എന്നാൽ അതിന് സുധാകരനോട് ഉപമിച്ചതും ശിഷ്യനാക്കിയതും കടകംപള്ളിക്ക് ഇഷ്ടമായിട്ടില്ല. അതിനുള്ള മറുപടി നേരിട്ടല്ലെങ്കിലും വേറെ വിധത്തിൽ കടകംപള്ളി നൽകിക്കോളും. പുട്ടിന് തേങ്ങയിടുന്നത് പോലെ വെള്ളാപ്പള്ളിയും ഉണ്ടാകും. ജാതി ചിന്തയുടെ വേരിറക്കാൻ വേണ്ടിയാണ് ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത് എന്ന് നിർദ്ദേശിച്ചത്. മനുഷ്യർക്കെല്ലാം മനുഷ്യത്വമെന്ന ഒരു ജാതിയെ ഉള്ളുവെന്ന് പഠിപ്പിച്ച ഗുരുവിനെ തന്നെ ജാതിയുടെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ചിലർ ശ്രമിച്ചിരുന്നു. സ്വാഭാവികമായും ജാതിയുടെ പേര് നഷ്ടപ്പെട്ട ഒരു ജാതി പറയും. ജാതിയും വർണ്ണവും വർഗവും മണ്ണും എല്ലാം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ സങ്കുചിത മനസ്സുകൾക്കെതിരെ കൂടി ഗുരുവിനെ പൊരുതേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ജാതി നിഷേധത്തിലൂടെ മനുഷ്യ സമത്വത്തെയും മതസമന്വയത്തിലൂടെ മാനവ സാഹോദര്യത്തെയുമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെ
ആ അവകാശങ്ങൾ മേടിക്കാൻ മാത്രമല്ല നമ്മുടെ കൂട്ടായ്മ പിന്നോക്ക അധസ്ഥിത വർഗങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് എന്നും ഒരു സമര സംഘടനയായി പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ് SNDP യോഗം. ഗുരു മുന്നോട്ട് വെച്ച മൂല്യങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നമുക്ക് ചുറ്റും ഇന്ന് നടക്കുന്നുണ്ട്. ഗുരുവിന്റെ മാനവികാധിഷ്ഠിതമായ മതേതര ആത്മീയതയെ ഹിന്ദുത്വത്തിന്റെ ചട്ടക്കൂടിൽ തളച്ചിടാനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുറത്തേണ്ടതുണ്ട്. നിവർത്തന പ്രക്ഷോഭം നടത്തിയതും ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടും കർഷക തൊഴിലാളിയെ സംഘടിപ്പിക്കാനും കയർ ഫാക്ടറി തൊഴിലാളിയെ സംഘടിപ്പിക്കുന്നതിനും എല്ലാം മുൻകൈ എടുത്ത് നടന്നതാരാണ്? SNDP യോഗത്തിന്റെ മുൻകാല നേതാക്കന്മാരാണ്. ദുർവ്യാഖ്യാനങ്ങളുടെ ഇരുണ്ട ശക്തികൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഗുരു അന്ന് പറഞ്ഞതാണ്, എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മതം ആചരിച്ചാൽ മതി. വേറെ ഒന്നും കിട്ടാതായതോടെ വെള്ളാപ്പള്ളി ഗുരുവിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് വാചാലനായി. അത് എല്ലാവരും വായിച്ചിരുന്നെങ്കിൽ നന്നായി പോകുമെന്നാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത്. ജാതി ഇല്ലാത്തതിനെ പറ്റിയെല്ലാം സഹാവ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അത് സഹാവിന്റെ ഭാഷയിലാണ് അത് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഭാഷയിലൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എൻ്റെ ഭാഷയിൽ അത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. ഒരിക്കലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആത്മവിലാസം എന്ന പുസ്തകത്തിൽ നാമും ദൈവവും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗുരു എഴുതിയിട്ടുണ്ട്. ആത്മവിലാസം എന്ന കൃതിയാണ്. നാമും ദൈവവും ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നായി കഴിഞ്ഞിരിക്കുന്നത് ദൈവത്തിന് ജാതി പിന്നെയുണ്ട്. ഗുരുവിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല. ഗുരുവിന് ഒരു കാലത്ത് ജാതി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ദൈവമായി മാറിയാൽ പിന്നീട് അദ്ദേഹത്തിന് ജാതിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാം ദൈവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ആ പുസ്തകം വായിച്ചാൽ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകും. കാരണം എല്ലാ പുസ്തകവും വേണ്ടത്ര പഠിക്കാതെ പലതും പറയും. അല്ല ഗുരുവേ, ഒരു സംശയം. താങ്കൾ ഇതെല്ലാം കലക്കി കുടിച്ച ആളാണല്ലോ. എന്തായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്? ആത്മവിലാസം എന്ന പുസ്തകത്തിൽ ആത്മവിലാസം എന്ന കൃതിയാണ്. അത്രയേ ഉള്ളൂ. ആരുടെ മുന്നിൽ വീണാലും 5 കാലിൽ വീഴുന്ന ഒരു നേതാവ് ഇന്ന് കേരളത്തിലുള്ളൂ. അത് വെള്ളാപ്പള്ളി മാത്രമാണ്. സാധാരണ എല്ലാവരും 4 കാലിൽ വീണു എന്നാണ് പറയാറ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് അത് 5 പറഞ്ഞത്. ബാക്കിയൊക്കെ പ്രേക്ഷകരായിട്ട് അങ്ങ് ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി. ഇനിയിപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ച പുതിയ താരസാന്നിധ്യത്തെക്കുറിച്ചാണ്. ഇടവേള കഴിയുന്നതുവരെ ക്ഷമിച്ചിരിക്കണം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല.